ഇവിടെ ഉണ്ട് കേട്ടോ. വെൽക്കം ടു അല്ല ലീവ. കണ്ടോ, ലീവ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മലനിരകളാണ്. അറിയത്തില്ല എന്ത് കേട്ടോ, മല പോലെ തോന്നുന്നത്. മല തന്നെയാണിത്. എന്താന്ന് അറിയത്തില്ല കേട്ടോ. മണൽമലയാന്ന തോന്നുന്നത്. ഇത് കണ്ടോ, വണ്ടികൾ ഫുള്ള് അവിടെ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയ ഫുൾ ലൈറ്റുകളായിട്ട്. നല്ല ബ്ലോക്കാന്ന് തോന്നുന്നു. നമ്മള് ഈ ബ്ലോക്കും താണ്ടി അവിടെ എത്തുമോന്ന് അറിയില്ല. അങ്ങനെ പറയല്ല. അതെ, ഇത് കണ്ടോ, ഇവിടെ വണ്ടികൾക്ക് ഈ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കാം. സൈഡിൽ കൂടെ ഒരു ബൈക്കേഴ്സ് ഒക്കെ പോകുന്നുണ്ട്. എന്നാ സൗണ്ട് ആണെന്നറിയാം. പാട്രോളും ലാംഗ്വേജും ഒക്കെ അതൊരു പറന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് 8 കിലോമീറ്റർ ഇടാം കേട്ടോ. 20 മിനിറ്റാണ് കാണിക്കുന്നത്. ഈ റൗണ്ട് അബൌട്ട് ഉള്ളതാണ് ഇത്രയും ബ്ലോക്ക് വന്നത്. ഇവിടെ ലീബാന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും പോലീസല്ല, സിവിൽ ഡിഫൻസ് ഒക്കെ കിടപ്പുണ്ട് ഇവിടെ. നമ്മുടെ ഫ്രണ്ടിൽ പോണ വണ്ടിയും സിവിൽ ഡിഫൻസിനായി കണ്ടോട്ടല്ലേ. അതെ, അവിടെ ലൈറ്റ് അതുവഴിയില്ലേ ഒരുപാട് ബഗ്ഗീസ് ഉണ്ട് കേട്ടോ. ബഗ്ഗീസും മറ്റേ നമ്മുടെ ബൈക്കില്ലേ, ബൈക്കും എല്ലാം ഉണ്ട്. വീണ്ടും ട്രാഫിക്കായി കേട്ടോ. ഞാൻ കണ്ടു. ഇവിടെ ചെന്ന് കയറുന്നത് ഇത് റൗണ്ട് അബൌട്ട്. അവിടെ ചെന്നൊക്കെ കുത്തി കയറ്റി അങ്ങ് പോവാ. അവര് നേരത്തെ എത്തും സ്ഥലത്ത്. കണ്ട, ഇതൊക്കെ അവിടെ ഓടിക്കാൻ കൊണ്ടുവരുന്ന വണ്ടികളാണ്. എല്ലായിടത്തും ബ്ലോക്കാ. ഇവിടെ നമ്മള് എഴുതി വെച്ചിട്ടുണ്ട് ലീവാന്നൊക്കെ. അവിടെ എത്തി നമ്മൾ. അതിന്റെ ഫോട്ടോ എടുക്കാൻ നിർത്തി. നമുക്ക് അതുവഴി ഇറങ്ങിപ്പാ. ഇറങ്ങി പോവോ? പോവും. അങ്ങനെ പോട്ടെ. 4 പ്രാവശ്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നിർത്തരുത്. പോയിക്കോ പോയിക്കോ. അവിടെ കയറ്റിയാലോ? അവിടെ കയറ്റിക്കും. ഇത് കണ്ടോ, നമുക്ക് അവിടുത്തെ ലൈറ്റൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം ഇന്ന് നമുക്ക് 2.2 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് താമസിക്കും. കുറേ നേരമായി ഇവിടെ എത്തിയിട്ട് കേട്ടോ. കുറേ നേരമായി ഇവിടെ ഇങ്ങനെ നിരങ്ങി പൊക്കോണ്ടിരിക്കും. അതാ കേട്ടോ ലീവ വില്ലേജ് ഫുള്ള് കാണാം. നമ്മളപ്പോൾ ഇവിടെ എത്തി കേട്ടോ. അപ്പം മറ്റേ വണ്ടിയൊക്കെ കയറുന്ന ഡ്യൂൺസിലേക്ക് പോകണമെങ്കിൽ അവിടെയാ, കാണിച്ചു തരാം. അവിടെയാ ഈ വണ്ടി പോകുന്നതിൻ്റെ അപ്പുറത്തെ ലൈറ്റ് കണ്ടോ, അതിൻ്റെ അവിടെയാ. അപ്പം അങ്ങോട്ടേക്ക് നമ്മളിപ്പം ഇങ്ങനെ നേരെ റൗണ്ട് അബൌട്ട് തിരിഞ്ഞ് പോലീസ് വിടുന്നില്ല. അപ്പം നമുക്ക് ഇങ്ങനെ കറങ്ങിപ്പോയി അവിടുന്ന് ഒരു റൗണ്ട് അബൌട്ട് എടുക്കണം. അപ്പം നമ്മൾ ഓർത്താൽ അപ്പം ആൾക്കാർക്ക് ഇവിടെ വണ്ടി ഇട്ടിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഡ്യൂൺസിൽ കൂടെ കയറി പോകുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ പോകാൻ ഓർത്തേ. അപ്പം നമ്മൾ അങ്ങനെ പോകാൻ വേണ്ടി ഇവിടെ വണ്ടി ഇതേ പാർക്ക് ചെയ്തു. ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോകുക. ഇത് ഇപ്പുറത്ത് എത്തി കേട്ടോ. ഫുള്ള് വണ്ടികളുടെ സൗണ്ടൊക്കെ കേൾക്കാം.
നമ്മളപ്പോ ഇതിലേക്ക് നടക്കുവാണ്. ഇവിടെയൊക്കെ ഫുള്ള് വണ്ടികളാണ്. ഫുള്ള് വണ്ടികളെന്ന് വെച്ചാൽ ഫുള്ള് വണ്ടികൾ. എല്ലാം ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാ സൗണ്ടും എല്ലാം മോഡിഫൈഡ് വണ്ടികളും ഭയങ്കര രസമുണ്ട് ഇവിടെ. മറ്റേ ബഗ്ഗികൾ, ബൈക്ക്, ക്വാഡ് ബൈക്ക് എല്ലാം ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കാർ വാഷിംഗ് ഒക്കെ കേട്ടോ. ഇത് റെൻ്റലാ? ഇത് കണ്ടോ, ഇവിടെ ഒരുപാട് ബഗ്ഗികൾ കിടപ്പുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ റെൻ്റലാണെന്ന് തോന്നുന്നു. റെൻ്റലാണോ എന്നറിയില്ല. ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. റെൻ്റലാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. അതോ ഇനിയും എനിക്ക് തോന്നുന്നു ഇവിടെ സർവീസോ അങ്ങനത്തെ പരിപാടികളാണെന്ന് തോന്നുന്നു. ഇവർ ഓയിൽ ചേഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഈ ബഗ്ഗിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോ വണ്ടികളാണ് കേട്ടോ ഇവിടെ. ഇത് പുതിയതാ, ഇതൊക്കെ പുതിയ വണ്ടികളാണ്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് എം ഹീറോ. ഇങ്ങനെ കുറേ പുതിയ വണ്ടികളും ഷോറൂമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതേണ്ട നിസാൻ പെട്രോള്. പൈസ ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് വന്ന് മേടിച്ച് ഇപ്പം തന്നെ ഡ്യൂണി കയറ്റാം. പക്ഷേ പൈസ വേണം. തേണ്ട മോഡിഫൈഡ്, അത് ഡ്യൂൺ പെട്രോൾ എന്നാണ് അതിൽ എഴുതിയേക്കുന്നത് തന്നെ കേട്ടോ. അതിൻ്റെ കളറൊക്കെ ഒരു രക്ഷയില്ല. വണ്ടി പ്രാന്തന്മാർക്ക് വരാൻ പറ്റിയ സ്ഥലം കേട്ടോ. എല്ലാം ഉണ്ട്. വേണ്ട ഒരു എൻജിൻ മാത്രമുള്ള ഒരു വണ്ടി കണ്ടോ. അത് എൻജിൻ മാത്രമാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇതേതാ GWM. എൻ്റെ അടുത്ത ആൾ വരുന്ന. അവിടെ ഫോർഡ് ഉണ്ട് കേട്ടോ. അവിടെ ഫോർഡ് ഉണ്ട്. എല്ലാ വണ്ടികളുടെ ഷോറൂം ഉണ്ട്. ഇത് കണ്ടോ, ഒരു റാപ്റ്റർ കിടക്കുന്നേ. അത് ഓപ്പണാ കേട്ടോ. ഇത് കണ്ടോ, ഇത് ജെറ്റൂറിൻ്റെ ഒരുപാട് പ്രൊമോഷൻ ഉണ്ട്. ഈ ലൈറ്റ് അടിക്കുന്നതിലൊക്കെ ജെറ്റൂറിൻ്റെ പരസ്യം വരുന്നുണ്ട്. ഇതുണ്ട് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ലിവ ഇതൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. നമ്മളപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. ഗേറ്റിൻ്റെ ഉള്ളിലെ
കയറുന്നതിൻ്റെ നേരെ ഈ സൈഡിലായിട്ടൊരു ഡ്യൂണുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടയിലോട്ട് കയറാവുന്ന കണ്ടോ. ഇത് കണ്ടോ, ഈ ഡ്യൂണിലെല്ലാം ആൾക്കാരായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മണ്ടയിലോട്ട് കയറാവുന്ന കണ്ടോ. അതിന് നേരെ പാറലായിട്ട് ഈ വണ്ടി ഓടി കയറുന്നത്. ഡ്യൂണ് കയറിക്കാണ്ടിരിക്കുക. ഞങ്ങളപ്പോൾ അങ്ങ് മണ്ട വരെ കയറാൻ ഇത് ഇച്ചിരി പാടുള്ള പരിപാടിയാണ് കേട്ടോ. ഞങ്ങളപ്പോൾ കയറിക്കാണ്ടിരിക്കുക. അയ്യോ ഏയ് അമ്മേ. ഇപ്പോൾ പകുതിയായി. ഞാൻ ഇതിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇവിടെ നിന്നാ കണ്ട ഫുള്ള് നമ്മുടെ ലിവ വില്ലേജ് ഫുള്ള് കാണാം. അവിടുന്ന് വണ്ടികൾ കയറി തുടങ്ങുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാലേ ഞങ്ങളിപ്പോൾ ഈ മൊറീബ്യൂൺസ് നടന്ന് കയറിക്കൊണ്ടിരിക്കുക. നമ്മളപ്പം മലയെ കയറി കയറി ഇവിടെ വരെയായി. പകുതിയായെന്ന് തോന്നുന്നു. ഏറ്റവും ടോപ്പിൽ കയറിയാലാ രസം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ ആ. ഞങ്ങളെ കുറേ മണ്ടേ കയറി. അപ്പോൾ ഇനിയുണ്ട് മണ്ടയിലോട്ട് കയറാൻ. ഇത് കണ്ട് നല്ല റേസ് വെച്ച് പോകുന്ന വണ്ടികളാണ്. കണ്ട നമ്മളെ അപ്പോൾ ഏകദേശം സ്റ്റോപ്പിലെത്താറായി കേട്ടോ. ഏറ്റവും മണ്ടയ്ക്ക് കയറി കേട്ടോ. നമ്മൾ ഈ ഡ്യൂണിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. വണ്ടി കയറി വന്ന് നിൽക്കുന്ന സ്ഥലത്ത്. കണ്ടോ, ഇവിടുന്ന് ലിവ ഫെസ്റ്റിവൽ മൊത്തം കണ്ട് ഈ വണ്ടിയൊക്കെ കയറുന്നത് കണ്ട് ഏറ്റവും ടോപ്പിലിരിക്കുക. ഇങ്ങനെ കണ്ട ഇവിടെ നിന്നാ വണ്ടി ഫുള്ള് കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളപ്പോൾ താഴത്തേക്ക് ഇറങ്ങി കേട്ടോ. ഞാൻ ഫസ്റ്റ് താഴെ എത്തി കേട്ടോ. അവര് മുകളിൽ നിന്ന് രണ്ടുപേരും കൂടെ വരുന്നുണ്ട്. പെൻഗ്വിൻ വരുന്ന പോലെ രണ്ടുപേരും കൂടെ ചാടി ചാടി വരുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു ചാടി വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. അങ്ങോട്ട് നമ്മൾ കയറിയത് എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂറിൽ കൂടുതലെടുത്ത്. ഇങ്ങോട്ട് നമ്മളൊരു 10 മിനിറ്റ് എടുത്തില്ല കേട്ടോ ഇങ്ങോട്ട് എത്താൻ വേണ്ടി. അയ്യോ, അവർ രണ്ടും ഇവിടെ എത്തി. കേട്ടോ, ഇതിങ്ങനെ ഡ്രോൺ ഷോ ഭയങ്കര രസമുണ്ട്. മാറി മാറി വന്നുകൊണ്ടിരിക്കുക. എനിക്കറിയത്തില്ല ഇത് ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന്. പക്ഷേ ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ ഡ്രോൺ ഷോയാ കേട്ടോ. നമ്മളിപ്പം താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഡ്രോൺ ഷോ തുടങ്ങി. കണ്ടോ, ഇതിങ്ങനെ മാറും, പല പല ഷേപ്പുകളാവും.
കണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ലൈറ്റ് ഷോ പോലെ ഉണ്ട്. ഇതെല്ലാം ഡ്യൂൺസാൻഡ് കേട്ടോ. ഡ്യൂൺസാൻഡിലാണ് ഈ പരിപാടി മൊത്തം. കണ്ടോ, ഞങ്ങളാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. ഇനി ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. നമ്മളപ്പം ലിവ 2026 സ്റ്റിക്കർ തിരക്കി നടക്കുക കേട്ടോ. അപ്പം അവിടെ ചോദിച്ചപ്പം, ഒരു കടയിൽ ചോദിച്ചപ്പം ഈ ഒരു റെഡ് ഇത് കണ്ടോ, ഇതിൻ്റെ അവിടെ ചോദിക്കാൻ പറഞ്ഞേ. കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇനിയിപ്പം അടച്ചോന്നറിയില്ല, ടൈം കഴിഞ്ഞോന്നറിയില്ല. അടച്ചിട്ടില്ല, അവർ ഓപ്പൺ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഐ ലവ് ലിവ. പിന്നെ ഇവിടെ ടെൻറ്റ് ഉണ്ട്. ലിവ മൊറിഡ്യൂൺ എന്നൊക്കെ എഴുതിയ ടെൻറ്റ്. ഇതിന് 75-80 ആണ് ഓഫർ പ്രൈസ്. അങ്ങനെ കുറേ സംഭവമുണ്ട്. ചെയർ, പിന്നെ ഇവിടെ കോഫി, ലിവ എസ്പ്രസോ, ലിവ അമേരിക്കാനോ ഒക്കെ 20 ദിറംസ് ആണ്. പിന്നെ ഇവിടെ സ്റ്റിക്കറുള്ള നമ്മളപ്പം ഈ സ്റ്റിക്കർ വാങ്ങി കേട്ടോ. ഇനി ഇതൊട്ടിക്കണം. ഇവിടെ ഹെൽമെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ ഒരു ഇതൊരു ടെൻ്റ് അല്ലേ ഇത്? ഇരിക്കുന്ന സംഭവം അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇതുപോലെ കുഞ്ഞ് കപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ ക്യാമ്പിങ് ചെയർ, അങ്ങനെ താഴത്ത് ഉണ്ട് ഒരു കവർ പോലത്തെ സാധനം. പിന്നെ കുറേ സ്റ്റിക്കർ അതൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ കുറേ സാധനം ഉണ്ട് കേട്ടോ. ലിവയുടെ ഒരു കപ്പ്, പിന്നെ ഇത് കണ്ടോ, ഒരു ജഗ്ഗും അതിൻ്റെ സോസറുകളും, ലൈറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതാ ലൈറ്റ്. പിന്നെ തൻ്റെ ഹെൽമെറ്റുകളുണ്ട്, ടീഷർട്ട്, തൊപ്പി, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. നമ്മളപ്പോൾ സ്റ്റിക്കർ വാങ്ങി ഇറങ്ങി കേട്ടോ. ഇനി ഇവിടെ കുറച്ച് ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടേക്ക് ഒന്ന് കയറി നോക്കാം എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ചെറിയ തണുപ്പ് വന്നു തുടങ്ങി കേട്ടോ. നേരത്തെ നമ്മൾ നടന്നു ആ കുന്നിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞു കയറിയോണ്ട് നല്ല ചൂടായിരുന്നു. മീൻസ് തണുപ്പ് അറിഞ്ഞില്ല. ഇപ്പം നമുക്ക് നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. നമ്മളീ പോച്ചോയ്ക്കായിട്ടാണ് വന്നത്. ഒത്തിരി തണുപ്പ് തോന്നുവാണെങ്കിൽ ഇതൊക്കെയാണ്. പിന്നെ ഇവർ ഹുഡീസൊക്കെ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഞാനും ഇങ്ങനെ ഒരു ഷഗ് ഉള്ളത് കൊണ്ട് വലിയ തണുപ്പായിട്ടൊന്നും തോന്നിയില്ല. ഇപ്പോഴും വലിയ തണുപ്പായിട്ട് തോന്നുന്നില്ല. ഒത്തിരി തണുപ്പ് കൂടുവാണെങ്കിൽ നമുക്ക് ഈ പോച്ചോ ഇടാം. ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനത്തെ കടകളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ടീഷർട്ടൊക്കെ, പിന്നെ ഫോണിൻ്റെ കവറൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ സ്റ്റിക്കറൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവാ കേട്ടോ നടന്ന്. അതെ, കുറച്ച് ഏകദേശം ഒരു 2 കിലോമീറ്റർ, എത്ര കിലോമീറ്റർ ഉണ്ട് നടക്കാൻ ഉണ്ട്. നമ്മളപ്പം സ്റ്റിക്കർ വാങ്ങാൻ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്തു പോയാന്ന്. പിന്നെ തിരിച്ച് നമ്മൾ വീണ്ടും ക്രോസ് ചെയ്തു. ഇനി ഇവിടുന്ന് അവിടെ ചെന്നിട്ട് വീണ്ടും ഒരു ക്രോസിങ്ങും കൂടെ ഉണ്ട് അവിടുന്ന്. ഇത് ഇവിടെ എല്ലാം അടച്ചു. നിങ്ങളെ 4:30 ആകുമ്പോഴത്തേനും ഇവിടെ എത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരു 10 മണി 10:30 ഒക്കെ ആകുമ്പോഴത്തേനും ഇത് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്ത് തുടങ്ങും. നമ്മളെ അപ്പം നടന്നുകൊണ്ടിരുന്നപ്പോഴേ മറ്റേ ആ ഡ്രിഫ്റ്റിങ്ങിൻ്റെ കണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കിയിട്ട് വന്ന് കണ്ട് ഞങ്ങളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. കണ്ടോ,
ഇവിടെ മണ്ണിൻ്റെ മണ്ടയിൽ നിന്നാൽ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഒന്ന് നോക്കിയിട്ട് പോകാമെന്നോർത്ത്. ഇവിടെ നിന്നാൽ കാണാം കേട്ടോ, പക്ഷെ അങ്ങ് ദൂരത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓക്കെ, ഇങ്ങോട്ട് വരുമോയെന്ന് അറിയത്തില്ല. അവിടെ മണ്ടയിൽ നിന്ന് കാണാൻ പറ്റും. മണ്ടയിൽ നിന്ന് കാണുന്നതിന് 75 dirhams എന്തോ ടിക്കറ്റ്. പിന്നെ അത് അങ്ങങ്ങാണ്ട് പോവുകയും വേണം. ഇങ്ങോട്ട് വരും. നമ്മളങ്ങനെ നടന്ന് ക്രോസ് ചെയ്ത് നമ്മൾ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തി കേട്ടോ. ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ചെന്ന് സ്റ്റിക്കർ ഒട്ടിക്കണം. അതെ, എന്നിട്ട് നേരെ പോയി സ്റ്റിക്കർ ഒട്ടിക്കാം. വീട്ടിൽ പോയി ഇപ്പം തന്നെ 12 മണിയായി കേട്ടോ. അതെ, ഉണ്ടോ നോക്കണം. നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കണം. നമുക്ക് എന്തായാലും നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആകുമായിരിക്കും വീട്ടിലെത്തുമ്പം. രാവിലെ ഓഫീസിലും പോകണം. അതെ, ഇപ്പം ചെന്നിട്ട് ഉറങ്ങേണ്ടി വരുമെന്ന് തോന്നില്ല. നേരെ കുളിച്ചൊരുങ്ങി ഓഫീസിലോട്ട് അങ്ങ് പോയാൽ മതി. സ്റ്റിക്കർ നമ്മളപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവാ കേട്ടോ. പൊടിയൊക്കെ തൂത്ത് വൃത്തിയാക്കുക. ഒന്നുകൂടെ തുടച്ചേക്കാം. നമ്മളെ സ്റ്റിക്കർ നമ്മളെടുത്ത് ഒട്ടിക്കാൻ പോവാ കേട്ടോ. കയറി കേട്ടോ. ഇനിയിപ്പം നമ്മൾ പോകുക. ഇനി നമുക്ക് ഫുഡൊക്കെ നോക്കണം, എന്നിട്ട് വീട്ടിൽ പോകണം. കണ്ടോ, ഇവിടേക്ക് ഡിവൈഡ്